ഹലോ ഗായ്സ്, ഞാൻ മേക്കപ്പിൽ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ചെറുതായിട്ടൊക്കെ ചെയ്യും കേട്ടോ. എപ്പോഴും നല്ല ഈദിന്, കല്യാണത്തിന് ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ അത്ര വലിയ പ്രൊഫഷണലും അല്ല. ആയിരുന്നെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്യാൻ നിൽക്കുമ്പോൾ വായും പൊളിച്ച് ചെയ്യുന്ന ടോണർ മുഴുവൻ അണ്ണാക്കിലോട്ടാക്കൂലായിരുന്നല്ലോ. പറഞ്ഞു വന്നത് കുട്ടാ, ഈ കാര്യത്തിൽ ഞാൻ പിച്ച വെച്ച് വരുന്നൊരു പിഞ്ച് പൈതലാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വീഡിയോയിൽ ആധികാരികമായിട്ട് പറഞ്ഞു തന്ന് ഇതാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഓരോ പ്രൊഡക്റ്റും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം, കാരണം ഇതിൽ ഞാൻ അതും കൂടെ പറഞ്ഞു തരാൻ നിന്നാൽ ആകെ കലക്ക സമാവത്തിയാവും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് തീരെ മനസ്സിലാവില്ല. പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും മേക്കപ്പ് ഇടാത്ത ആളാണ്. ഞാൻ യൂഷ്വലി സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, പിന്നെ ഒരു ലിപ്സ്റ്റിക്. അത് യൂഷ്വലി ഇപ്പൊ എല്ലാവരും ഇടുന്നതാണല്ലോ. കാണുന്നവരെന്താ പറയാ, എന്തിനാ ഇത്ര വാരി തേച്ചേക്കുന്നത്, എന്തിനാ ഇത്ര മേക്കപ്പ്. ലുക്ക് മിസ്റ്റർ, ഈ സൺസ്ക്രീന്, മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സ്കിന്നൊന്ന് കെയർ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി മേക്കപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷന്, കളർ കറക്റ്റർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇടുന്നതാണ് മേക്കപ്പ്. ഇൻ കെയർ എന്താ, മേക്കപ്പ് എന്താണെന്ന് അറിയാതെ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകാൻ നിൽക്കരുത്, ഓക്കെ. മേക്കപ്പ് ചെയ്ത് വരുന്നവരോട് എന്തിനാ ഇത്രയും പുട്ടിയടിച്ചേക്കുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ പൈസക്ക്, അവരുടെ ഇഷ്ടത്തിന്, അവരുടെ മുഖത്താണ് ഇടുന്നത്. ഇത് എത്ര ടൈം എടുത്തിട്ടാണെന്ന് അറിയോ ഇതൊക്കെ ഒന്ന് വാരി തേച്ച് നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കുക. എന്നിട്ടാവും നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ എന്തിനാ ഇത്രയും പുട്ടി. സോ ഡോണ്ട് ബി ജഡ്ജ്മെന്റൽ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഈദ്, പെരുന്നാള്, രണ്ടൊന്നാണല്ലോ, കല്യാണം, ഇതിനൊക്കെ കേട്ടോ ചെയ്യാറ്. ആണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിൽ ഒട്ടും പ്രൊഫഷണൽ അല്ല, വെറും സ്റ്റാർട്ടിങ്ങിലാണ്. എന്നോട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെയാന്ന് പറഞ്ഞുതരാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോവുക, അത്ര തന്നെ. അത് 2 വർഷമായിട്ടുള്ളൂ കേട്ടോ ഈദിന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതും ജസ്റ്റ് മൈൽഡായിട്ട് നോൺ മേക്കപ്പ് ലുക്കായിട്ടാണ് ഞാൻ ചെയ്യാൻ നോക്കാറ്. കാരണം എനിക്ക് ഓവറായിട്ട് എൻ്റെ മുഖത്ത് ഫൗണ്ടേഷൻ ഒന്നും വാരി തേക്കണ ഇഷ്ടമല്ല. എന്നാൽ പോലും ഇതൊക്കെ ഇട്ട് റിലേറ്റീവ്സിനെയും നാട്ടുകാരെയൊക്കെ കാണുമ്പോഴേക്കും അവരുടെ ഒരു നോട്ടുണ്ട്, എന്തപ്പാ ഇത് എന്നുള്ളൊരു കോലത്തിൽ വന്നാൽ നമുക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്ന ടൈപ്പ് ആവും അവരുടെ നോട്ടം. ഒന്നും പറയുന്നില്ല, പക്ഷെ അവരുടെ നോട്ടത്തിലുണ്ടാവും എന്താണ് ഈ കാണിച്ചു വെച്ചേക്കണേന്ന്. ആദ്യമൊക്കെ എനിക്കും ഭയങ്കര കൺസേൺ ആയിരുന്നു ആ കാര്യത്തിൽ. പിന്നെ ഞാൻ നെവർ മൈൻഡ് ആക്കി. ബിക്കോസ് നല്ല അടിപൊളിയായി ഡ്രസ്സൊക്കെ ചെയ്ത്, മേക്കപ്പ് ഒക്കെ ചെയ്ത്, 10 ഫോട്ടോസൊക്കെ എടുത്ത് അതിൽ നിന്ന് 4 എടുത്ത് സ്റ്റോറി ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്. എല്ലാവരും ഇങ്ങനെയാണ് നല്ലട്ടോ പറഞ്ഞാൽ. ഞാൻ എൻ്റെ കാര്യം പറയണേ, എനിക്കിതൊക്കെയാണ് സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും പറയുമോ, അവരെന്തെങ്കിലും കരുതുമെന്ന് നോക്കി ഞാൻ ഇപ്പം നിൽക്കാറില്ല. നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരു തെണ്ടികളും നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല.